IAS എന്ന ഒറ്റ ലക്ഷ്യവുമായി 9 വർഷം നീണ്ട പോരാട്ടം. ഒടുവിൽ 6ാം അംഗത്തിൽ IAS കൂടെ പോന്നു. മാളവികയുടെ കുടുംബത്തിൻ്റെ ഒറ്റത്തണ്ടിലെ 3ാം സന്തോഷമാണിത്. മാളവികയുടെ IAS നേട്ടം, ഭർത്താവ് നന്ദഗോപൻ്റെ IPS പരിശീലനം, പിന്നെ ആദിശേഷ് എന്ന കുഞ്ഞു വലിയ സന്തോഷം. സിവിൽ സർവീസ് പരീക്ഷയിൽ 45ാം റാങ്കുകാരിയാണ് ഇപ്പോൾ മലപ്പുറത്ത് താമസക്കാരിയായ മാളവിക ജി നായർ. കഠിനമായ പരിശ്രമത്തിലൂടെ ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുള്ള തിരുവല്ലക്കാരി മാളവിക ജി നായരുടെ എല്ലാ പരിശ്രമങ്ങൾക്കും അത്യധ്വാനങ്ങൾക്കും ഫലമുണ്ടായി. 6ാം അംഗത്തിൽ സിവിൽ സർവീസ് എന്ന വെള്ളി വെളിച്ചം കയ്യെത്തിപ്പിടിച്ചിരിക്കുകയാണ് മാളവിക. സിവിൽ സർവീസിൽ 45ാം റാങ്ക് നേടിയെടുത്താണ് മാളവിക തന്റെ വലിയ ലക്ഷ്യം നേടിയെടുത്തത്. സെപ്റ്റംബർ 20-ന് മകൻ ആദിശേഷ് ജനിച്ച് ദിവസങ്ങൾക്കകമായിരുന്നു സിവിൽ സർവീസിന്റെ പ്രധാന എഴുത്തു പരീക്ഷ. പ്രസവത്തിന്റേതായ എല്ലാ ശാരീരിക പ്രയാസങ്ങളും മറന്ന് കുടുംബത്തിന്റെ പിന്തുണയോടെ മാളവിക തിരുവനന്തപുരത്ത് പോയി പരീക്ഷ എഴുതി. ജനുവരിയിലെ കൊടും തണുപ്പിൽ ഇത്തിരിയില്ലാത്ത ആദിശേഷുമായി ഡൽഹിയിൽ സിവിൽ സർവീസ് അഭിമുഖത്തിലും പങ്കെടുത്തു. അതിന്റെ ഫലമാണ് ഒറ്റത്തണ്ടിലെ ഈ 3 സന്തോഷങ്ങൾ. കുടുംബത്തിന്റെ പിന്തുണ ഒന്ന് മാത്രമാണ് തന്റെ സ്വപ്ന നേട്ടത്തിന് കരുത്തെന്ന് മാളവിക പറയുന്നു. തിരുവല്ല മുത്തൂർ സ്വദേശിനി മാളവികയും ഭർത്താവ് ചെങ്ങന്നൂർ സ്വദേശി M നന്ദഗോപനും നിലവിൽ മലപ്പുറത്താണ് താമസം. ബിരുദം കൊണ്ട് ഡോക്ടർമാരായ മാളവികയും നന്ദഗോപനും ഇനി ഭാവി IAS-കാരിയും IPS-കാരനുമാണ്. വളരെ സന്തോഷം. വളരെ നീണ്ട ഒരു യാത്രയായിരുന്നു. അതിനൊടുവിൽ അവസാനം IAS കിട്ടുമെന്ന് തോന്നി ഈ പ്രാവശ്യത്തെ റാങ്കിനനുസരിച്ച്. അതുകൊണ്ട് വളരെ സന്തോഷം, ദൈവാധീനം എന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇന്ത്യൻ റവന്യൂ സർവീസിലാണ്, ഡെപ്യൂട്ടി കമ്മീഷണറാണ്. അപ്പം ആ ഒരു പരിചയം വെച്ചിട്ട് ഈ തവണ ഞാൻ വീട്ടിലിരുന്ന് തന്നെയായിരുന്നു കൂടുതലും പ്രിപ്പറേഷനും ഓൺലൈനും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്ത് മെറ്റേണിറ്റി ലീവിലായിരുന്നു. അപ്പം തന്നെയായിരുന്നു ഈ തവണ കൂടുതലും പ്രിപ്പറേഷൻ. കേരളമാണ് ആദ്യം വെച്ചിരിക്കുന്നത് എൻ്റെ ഓപ്ഷനിൽ. 2022-ൽ മാളവികയും ഭർത്താവും ഒന്നിച്ചാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത്. 233ാം റാങ്ക് നേടിയ നന്ദഗോപൻ IPS ട്രെയിനിങ്ങിന്റെ ഭാഗമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതല വഹിക്കുകയാണിപ്പോൾ. 2016-ൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ മാളവികയ്ക്ക് ആദ്യ 2 സിവിൽ സർവീസ് ശ്രമങ്ങളിൽ പ്രിലിംസ് പോലും കടക്കാനായിരുന്നില്ല. 2019-ലെ 3ാം ശ്രമത്തിൽ 118ാം റാങ്ക് കൂടെ പോന്നു. IRS-ൽ ചേർന്ന് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്യുന്ന മാളവിക നിലവിൽ അവധിയിലാണ്. ഇതിനിടയിൽ IAS എന്ന സ്വപ്നവുമായി 2021-ലും 2022-ലും പരീക്ഷ എഴുതി. ഒടുവിൽ 6ാമത്തേതും അവസാനത്തേതുമായ ശ്രമത്തിൽ ഇത്തവണ 45ാം റാങ്കും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജറായി വിരമിച്ച KG അജിത് കുമാറിന്റെയും ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ PL ഗീതാലക്ഷ്മിയുടെയും മകളാണ് മാളവിക. തിരുവല്ല മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിലും കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ ഭർത്താവ് നന്ദഗോപൻ പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായാണ് ഇതിനു മുൻപ് ജോലി ചെയ്തിരുന്നത്. കേരള വിഷൻ, മലപ്പുറം.